ിരിക്കുന്നു. തൃശൂർ തോൽവിയെക്കുറിച്ച് വിശദമായ പരിശോധന ആവശ്യമെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തോൽവിക്ക് ഇടയാക്കി. കേരളത്തിൽ ആകെ ഇടതുമുന്നണിക്ക് എതിരായാണ് ജനവിധി വന്നത്. തൃശൂരിൽ സുരേഷ് ഗോപിക്ക് എങ്ങനെ വോട്ട് വർദ്ധിച്ചു എന്നത് പരിശോധിക്കണം. CPM-ഉം CPI-യും ആഭ്യന്തരമായി അന്വേഷണം നടത്തും. ഒപ്പം തൃശൂരിലെ തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം കാരണമായെന്നും ഡീൽ നടത്തി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വോട്ട് എവിടെ പോയെന്നും KK വത്സരാജ് ചോദിച്ചു. അല്ല, CPM-ൽ നിന്നുണ്ടായിരുന്നല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച വോട്ടിൽ കുറവുണ്ടായിട്ടുണ്ട്. ആ കുറവ് എങ്ങനെ ഉണ്ടായി, അതാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. CPM ഉണ്ടല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മുഖ്യ കക്ഷിയല്ലേ CPM-ന്റെ CPI-യുടെ ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ച വോട്ടിനകത്ത് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ആ ചോർച്ച എങ്ങനെ ഉണ്ടായി, എന്താണ് അതിൻ്റെ സാഹചര്യം, അതുണ്ടാകാൻ പാടില്ലാത്തായിരുന്നു. ഇതാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ഗൗരവപ്പെട്ട വിഷയം. ഒരു സംയുക്ത അന്വേഷണത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ വേറൊരു ഡയമെൻഷനിലേക്ക് പോകേണ്ട കാര്യമുള്ളതല്ല. ഇല്ല, ഓരോ കക്ഷികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഇവിടെ ഡീല് നടത്തിയെന്ന് ആക്ഷേപിക്കുന്ന കോൺഗ്രസിൻ്റെ വോട്ട് അവിടെ പോയി, അത് പറയണ്ടേ? കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസ് സംരക്ഷിക്കണ്ടേ? കോൺഗ്രസിനെ അങ്ങനെ സംരക്ഷിക്കാൻ പറ്റില്ലല്ലോ. 1,00,000-ഓളം വോട്ട് അവരെ കുറയല്ലേ ചെയ്തത്. അത്രയും വോട്ട് ഇപ്പുറത്ത് കൂടുതൽ ചെയ്തത് BJPക്ക്. അപ്പോൾ ഡീല് നടത്തിയെന്ന് പറയുന്നവർ അവരുടെ ഭാഗം കൂടി പരിശോധിക്കണ്ടേ? ഞങ്ങളുടെ വോട്ട് കുറഞ്ഞതിനെ കുറിച്ച് ഞങ്ങൾ പരിശോധിക്കുന്ന പോലെ തന്നെ വളരെ ഗൗരവമായിട്ട് കോൺഗ്രസും UDF-ഉം പരിശോധിക്കണ്ടേ? കേരളത്തിലാകെ UDF തരംഗമുണ്ടായപ്പോൾ എന്തുകൊണ്ട് തൃശ്ശൂരിൽ മാത്രം UDF-ഉം 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി? അതവരും പരിശോധിക്കുന്ന ഗൗരവതരമായി.